ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ആണ്. മലനാട് അമ്പലത്തിൽ ഉത്സവം കാണാൻ പോവാണ് നമ്മൾ. ഞാനും അച്ചുവും കൂടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ്, സാധാരണ എല്ലായിടത്തും ഒരുമിച്ചാണ് പോകാറ്. അതുപോലെ തന്നെ ഉത്സവം കാണാനും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചുവിൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കിനി ഒരാളെയും കൂടി കാണാനുണ്ട് കേട്ടോ, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ. ഇവിടെ അച്ചുവിന് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് അവിടെ ജോലിക്കാരൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ റൂബിൻ. കെട്ടിയിടാറില്ല സാധാരണ, പിന്നെ ജോലിക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് കെട്ടിയിട്ടേക്കുന്നത്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ, കാണുമ്പോഴേ ഭയങ്കര സ്നേഹമാണ്. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം അമ്പലത്തിൻ്റെ അടുത്ത് വണ്ടി വെക്കാൻ പറ്റത്തില്ല, കാരണം വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് ദൂരെയാണ് വെച്ചത്. അതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് നടന്ന് അമ്പലത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ കയറി ചെല്ലുന്നത് വയലിലോട്ടാണ്, അവിടെ നിന്നാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് കേട്ടോ മലനാട് അമ്പലം. ഇവിടുത്തെ ഉത്സവത്തെ മലക്കുട മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നതും. നമ്മൾ ഉത്സവമൊക്കെ കണ്ടു, കെട്ടുകാഴ്ചയൊക്കെ കണ്ടു. അതിനുശേഷം ഫുഡിങ്ങിലോട്ട് കടന്നു. നിങ്ങൾ ചോദിക്കരുത് നീ ഉത്സവത്തിനാണോ പോയത് അതോ കഴിക്കാനാണോ പോയതെന്ന്. നമ്മൾ ഇത് സാധാരണ ഞാനങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ചില സമയത്ത് എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ്. പക്ഷേ ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോളിഫ്ലവർ ബജ്ജി കൂടി വാങ്ങിച്ചു കേട്ടോ. അത് കഴിച്ചതിന് ശേഷം കമ്മലൊക്കെ നോക്കി. അവിടെ കുറേ കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കമ്മൽ തന്നെ പലതരത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെല്ലായിടത്തും ചെന്നിട്ട് ഓരോരോ കമ്മലൊക്കെ വാങ്ങിച്ചു. ശേഷം നമ്മൾ ഇവിടെ ഒരു കൊച്ചു കലാകാരനെ കാണുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടി കാളയും അതുപോലെ ഒരു കുഞ്ഞും അവിടെ നിന്നിട്ട് ചെണ്ട കൊട്ടുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയിട്ട് ഇവരൊക്കെ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്നുള്ള രീതിയിൽ ചെണ്ട കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഓരോ ഐസ്ക്രീമും കഴിച്ചു. ഇതിപ്പം ഉത്സവത്തിന് പോയതാണോ അതോ ഫുഡ് കഴിക്കാൻ പോയതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പാനിപൂരിയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് പാനിപൂരി കിട്ടി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ലിപ്സ്റ്റിക്ക് പോരതല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ കഴിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. അതിനുശേഷം ഞാൻ ചോറും കൂടി കഴിച്ചിട്ടാണ് എൻ്റെ ഈ ഫുഡിങ് അവസാനിപ്പിച്ചത്. അവിടെ അടുത്ത് തന്നെ അച്ഛൻ്റെ റിലേറ്റീവിൻ്റെ വീടുണ്ടായിരുന്നു, അവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.